കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റൊമക്ക് വരെയുള്ള പാർട്ടുകളാണ് പറഞ്ഞത്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ദഹന വ്യവസ്ഥയുടെ സ്റ്റൊമക്ക് വരെയുള്ള പാർട്ടാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റൊമക്കിൽ ഫുഡ് ഡൈജസ്റ്റ് ആവും. ഡൈജസ്റ്റീവ് ജ്യൂസസും ഹൈഡ്രോക്ലോറിക് ആസിഡും എല്ലാം ഉപയോഗിച്ച് സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഫുഡ് ഡൈജസ്റ്റ് ആവും. ഡൈജഷൻ കംപ്ലീറ്റ് ആവില്ല. ഡൈജഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് സ്റ്റൊമക്കിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആവുക. അതിനുശേഷം ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പാസ് ചെയ്യും. നമ്മൾ വായിൽ നിന്ന് ഫുഡ് ഒരുമിച്ച് സ്റ്റൊമക്കിലേക്ക് മാറ്റുക ചെയ്യാം. നമ്മൾ പറഞ്ഞു, നമ്മൾ മുമ്പിലുള്ള ഭക്ഷണം നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് മുഴുവനായിട്ട് നമ്മളുടെ സ്റ്റൊമക്കിലെത്തിക്കും. എന്നാൽ സ്റ്റൊമക്കിൽ വെച്ച് ഡൈജഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അല്പാൽപമായിട്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഫുഡ് പോവുക. ഒരുമിച്ച് ഒറ്റയടിക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകില്ല. നമ്മൾ അരി പൊടിക്കുന്ന മില്ലിലേക്ക് പോയാൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുക ഉള്ളിലേക്ക്. അതേപോലൊരു പ്രോസസ്സാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സംഭവിക്കുക. കുറച്ച് ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് അങ്ങനെ പോകും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ആദ്യ ഭാഗം, സ്മോൾ ഇൻറ്റസ്റ്റൈൻ വളരെ ലോങ് ആണ്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ 7.5 മീറ്റർ നീളം വരും. ഇപ്പോൾ 7.5 മീറ്റർ നീളമുള്ള സാധനം 1.5 മീറ്ററുള്ള നമ്മുടെ ഉള്ളിൽ എങ്ങനെ നിൽക്കുക? നമ്മൾ വളരെ ചെറിയൊരു ഭാഗം. ഇപ്പോൾ നമ്മുടെ ഹൈറ്റ് നോക്കിയാൽ നമ്മൾ 1 മീറ്ററിൽ താഴേക്ക് നിങ്ങളൊക്കെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉള്ളിൽ 7.5 മീറ്റർ നീളമുള്ള സാധനം എങ്ങനെ നിൽക്കുക? നമ്മൾ വളരെ നീളമുള്ള സാധനം നമ്മളിങ്ങനെ ചുരുട്ടി വെക്കും അല്ലേ? അതേപോലെ ഹൈലി കോയിൽഡ് ആണ്, വളരെ ചുരുണ്ടാണ്. നിങ്ങൾ ഈ പോത്തിനെ കറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് ജീവികളുടെയൊക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ ചുരുണ്ട് നിൽക്കുന്നുണ്ടാവും. അതൊരു പൈപ്പ് പോലുള്ള ഒരു സാധനമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതിങ്ങനെ ചുരുട്ടി വെക്കുകയാണ് ചെയ്യുക. അതാണ് ഹൈലി കോയിൽഡ് ട്യൂബ് എന്ന് പറയുന്നത്. ഇപ്പോൾ 7.5 മീറ്റർ നീളമുണ്ടാവും. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റ് ആവും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ്, ലിവർ തുടങ്ങിയ ഗ്രന്ഥികളിൽ നിന്നുള്ള ചില സ്രവങ്ങൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തും. നമ്മൾ ഉമിനീർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ലിവർ ബൈൽ ജ്യൂസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പാൻക്രിയാറ്റിക് എൻസൈം എന്ന് പറയും. നിങ്ങൾ വിശദമായിട്ട് വലിയ ക്ലാസ്സിൽ പഠിക്കും. പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്, അതും ചില എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ ഭാഗത്തിലേക്കാണ് എത്തുക. അപ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് ഡൈജഷൻ ഏകദേശം കംപ്ലീറ്റ് ആയ ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ ഭാഗത്ത് നിന്ന് ഡൈജഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇങ്ങനെ കുറച്ച് ഫുഡാണ് എത്തുക. അപ്പോൾ അതിന് പൂർണ്ണമായിട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞാൽ അതിനെ മറ്റു പല കോമ്പണൻറ്റുകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ കഴിച്ച ഗ്ലൂക്കോസ്, നമ്മൾ കഴിച്ച സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ള പല കോമ്പൗണ്ടുകളുമാക്കിയിട്ട് മാറ്റും. ആ മാറ്റുന്ന പ്രോസസ്സ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ആവും. ലിവർ എന്ന് പറയുന്ന സാധനം നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡാണ്, ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ലിവർ. ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്ന അതേപോലുള്ള ഒരു സാധനം. ഉമിനീർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ലിവർ പല സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഗ്ലാൻഡാണ് ലിവർ എന്ന് പറയുന്നത്. ഈ ലിവർ ബൈൽ ജ്യൂസ് എന്ന് പറയുന്ന ഒരു ദഹനരസം, ബൈൽ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ദഹനരസമാണ്. ദഹനരസം ഉമിനീര് പോലെ നമ്മളെ ഫുഡ് ഡൈജസ്റ്റ് ആവാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ബൈൽ ജ്യൂസ്. അത് ലിവറിലുള്ള ഗാൾ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു പ്രത്യേക അറയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇതിനെങ്ങനെ ആവശ്യാനുസരണം നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പാസ് ചെയ്യും. ഈ ബൈൽ ജ്യൂസ് നമ്മൾ കഴിച്ചിട്ടുള്ള ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കൊഴുപ്പ് കലർന്ന ഭക്ഷണം, നമ്മുടെ എണ്ണ കലർന്നിട്ടുള്ള ഭക്ഷണം, അതാണ് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സാധനമാണ് ഈ ഗാൽ ബ്ലാഡർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ജ്യൂസ്. അതുപോലെ തന്നെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിനൊക്കെ മറ്റു കോമ്പൗണ്ടുകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് എല്ലാം കൂടെ എന്ത് ചെയ്യും? നമ്മളുടെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യും.
എന്നിട്ട് സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. പ്രോട്ടീനിനെ അമിനോ ആസിഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ കഴിച്ച സ്റ്റാർച്ച്, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലുള്ള സ്റ്റാർച്ചാണ്. ഈ സ്റ്റാർച്ച് നമ്മൾ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും സ്റ്റാർച്ച് ഗ്ലൂക്കോസായി മാറിയിട്ടുണ്ടാവും. നമ്മൾ നിലക്കടല തിന്നൊന്ന് സങ്കല്പിക്കുക, അതിൽ ധാരാളം ഫാറ്റ് ഉണ്ടാവും. ഈ ഫാറ്റ് അതിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഫാറ്റ് എന്നുള്ളതിന് മാറി ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറിയിട്ടുണ്ടാവും. അതേപോലെ പ്രോട്ടീൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ പ്രോട്ടീൻ ഉണ്ടാവും. ആ പ്രോട്ടീൻ അമിനോ ആസിഡായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുക ഗ്ലൂക്കോസും ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, അമിനോ ആസിഡൊക്കെ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മൾ കഴിക്കുന്ന സാധനം ഇതൊന്നും അല്ല. നമ്മൾ കഴിക്കുന്ന സാധനം ഫാറ്റും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെയാണ്. അപ്പോൾ ഈ ഫാറ്റിനെയും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനെയൊക്കെ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റിയ അമിനോ ആസിഡും ഗ്ലൂക്കോസും ഒക്കെ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് വിളിക്കുക. ആ ഡൈജഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആവും. മനസ്സിലായല്ലോ? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കുറച്ച് ഫുഡ് മൂവ് ചെയ്യുമ്പോഴേക്കും ഫുഡിലെ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. നമ്മൾ കഴിച്ച ഭക്ഷണം മുഴുവൻ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നമ്മൾ പല സാധനങ്ങളും നമ്മളുടെ നിത്യജീവിതത്തിൽ പല സാധനങ്ങളും നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളുടെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോമിലേക്ക് ഈ സാധനത്തിനെ മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഡൈജഷൻ എന്ന് വിളിക്കുക. പല ഫാക്ടറികളിൽ വെച്ച് പല പ്രോസസ്സുകൾ നടക്കാറുണ്ട് അല്ലേ? ഇപ്പം നമ്മളെ ഗോതമ്പിനെ നല്ല ബിസ്ക്കറ്റ് ആക്കിയിട്ട് നമുക്ക് തരും. കുറേ പ്രോസസ്സിലൂടെ അതിങ്ങനെ കടന്നു പോകും. ഇതേപോലെ പല സാധനങ്ങളും ഉണ്ട്. നമ്മുടെ ചിക്കൻ ഷവർമയാക്കിയിട്ട് നമുക്ക് കിട്ടണം. കുറേ പ്രോസസ്സിലൂടെ അത് കടന്നു പോകണം. നമുക്ക് പച്ച ചിക്കൻ അതേപോലെ കഴിക്കാൻ കഴിയില്ല. നമുക്കത് ഷവർമാക്കിയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഷവർമാക്കി മാറ്റുന്ന പ്രോസസ്സ്. ഇതേപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുക ഈ പറയപ്പെടുന്ന ഗ്ലൂക്കോസും അമിനോ ആസിഡും ഒക്കെ ഉള്ളൂ. നമ്മൾ കഴിക്കുന്നത് ഇതൊന്നുമല്ല. അതിനെ അതാക്കി മാറ്റുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഡൈജഷൻ എന്ന് വിളിക്കുക. ആ ഡൈജഷന് സഹായിക്കുന്ന കുറേ ഘടകങ്ങൾ ഉണ്ട്. ആ ഘടകങ്ങളെയാണ് നമ്മൾ എലിമെൻ്ററി കനാൽ എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽപ്പെട്ട എൻസൈമുകൾ, ഉമിനീര്, അതേപോലെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ജ്യൂസുകൾ, സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡുകൾ, അതേപോലെ പാൻക്രിയാസിൻ്റെ പാൻക്രിയാറ്റിക് ജ്യൂസ്, ഇതൊക്കെ ഈ ഡൈജഷന് സഹായിക്കും. അങ്ങനെ ഇതൊക്കെ കൂടെ കഴിഞ്ഞാൽ നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഫുഡിൻ്റെ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇനി എന്താ വേണ്ടത്? ഡൈജഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡൈജഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇത് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തണം. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗ്ലൂക്കോസ് വേണം. നമ്മുടെ ശരീരം വളരണമെങ്കിൽ പ്രോട്ടീൻ വേണം. നമ്മുടെ ശരീരത്തിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു സാധനമാണ് ഫാറ്റ്. അപ്പോൾ ഞാൻ കൈ കൊണ്ട് ഒരു ടേബിൾ പൊന്തിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈക്ക് ആ ടേബിളിനെ പൊക്കാനുള്ള എനർജി ആവശ്യമുണ്ട്. ആ എനർജി കിട്ടണമെങ്കിൽ ഞാൻ കഴിച്ച ഗ്ലൂക്കോസ് ഈ ടേബിൾ പൊന്തിക്കാൻ ആവശ്യമായ എനർജി തരാൻ വേണ്ടി എൻ്റെ കൈയിൻ്റെ മസിലുകളിലെത്തിയിട്ട് അതിനെ എനർജിയാക്കി കൺവേർട്ട് ചെയ്യപ്പെടണം. എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ വളരണമെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള പ്രോട്ടീൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരേ അളവിൽ ആവശ്യമായ അളവിൽ എത്തണം. പിന്നെ അടുത്ത പ്രോസസ്സ് അതാണ്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള ഈ ന്യൂട്രിയൻസ്, ഇതിനാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുക. നമ്മൾ മുമ്പ് കേട്ട ടേമാണ് ന്യൂട്രിയൻസ്. ഈ ന്യൂട്രിയൻസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന പ്രോസസ്സാണ് ഇനി ബാക്കിയുള്ളത്. ഇത് നമ്മളുടെ ഓരോ പാർട്ടുകൾ കാണിച്ചതാണ്. ഓസോഫാഗസ് ഉണ്ട്, ഓക്കെ, സ്റ്റൊമക്ക്, അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈന്, ഏനസ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മളെ ശരീരത്തിൽ കാണിച്ച് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ട്. അതൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മളെ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളെ മൗത്തിൽ ബക്കൽ കാവിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റൊമക്കിൽ നിന്ന് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ മൂന്നാമത്തെ പാർട്ടും കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് ഈ ന്യൂട്രിയൻസ് എങ്ങനെ എത്തുന്നു എന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.